മണ്ണ് തണുക്കെ മഴ പെയ്തിറങ്ങുമ്പോൾ മനുഷ്യർ മാത്രമല്ല മൃഗങ്ങളും ആ മഞ്ഞും തണുപ്പുമൊക്കെ അങ്ങ് ആസ്വദിക്കും. തേയിലക്കാടിനിടയിലൂടെ നടന്നും ഏലക്കാട്ടിൽ മേഞ്ഞും മഴയ്ക്കൊപ്പം മറ്റൊരു കാഴ്ചയാവുകയാണ് ഇടുക്കി ചിന്നക്കനാലിലെ കാട്ടാനകൾ. സഞ്ചാരികൾക്കിത് മനോഹര കാഴ്ചയാണ്. പക്ഷേ മലയോരത്തെ കർഷകന് കാട്ടാന തീരാ ദുരിതമാണ് സമ്മാനിക്കുന്നത്. നമുക്ക് കാണാം ഇടുക്കിയിൽ നിന്നുള്ള റിപ്പോർട്ട്. മഴക്കാലമെത്തി മഞ്ഞും കുളിരും നിറഞ്ഞതോടെ മലയോരത്തിന്റെ മനോഹാരിത ആസ്വദിക്കാനെത്തുന്ന സഞ്ചാരികൾക്ക് മറ്റൊരു കാഴ്ചയാണ് കാടിറങ്ങുന്ന കരിവീരന്മാർ. മൂന്നാറിൽ നിന്നും പൂപ്പാറയിലേക്കുള്ള യാത്രാമധ്യേ ആനയിറങ്കലിലും പരിസര പ്രദേശത്തും തേയിലക്കാടുകൾക്കിടയിൽ തലയെടുപ്പോടെ നിൽക്കുന്ന ചക്കക്കൊമ്പനും മറ്റ് കാട്ടാനകളും മനോഹര കാഴ്ച. എന്നാൽ വിനോദസഞ്ചാരികൾക്ക് കാടിറങ്ങുന്ന കരിവീരന്മാർ ആസ്വാദ്യകരമായ കാഴ്ചയാണെങ്കിൽ കർഷകനത് ഒരു പേടി സ്വപ്നമാണ്. കാരണം കാടിറങ്ങുന്ന കാട്ടാനകൾ തമ്പടിക്കുന്നത് കൃഷിയിടങ്ങളിൽ. വേനലും മഴയുമൊക്കെ അതിജീവിച്ച് നട്ടുണ്ടാക്കുന്നതെല്ലാം കാട്ടാനകൾ നശിപ്പിക്കും. കഴിഞ്ഞ ഒരാഴ്ചയായി പൂപ്പാറ മൂലത്തറ മേഖലയിൽ കാട്ടാന ശല്യം അതിരൂക്ഷമാണ്. പകൽ സമയത്ത് പോലും കൃഷിയിടങ്ങളിലേക്ക് കർഷകർക്ക് എത്താൻ കഴിയുന്നില്ല. മേഖലയിലെ 5ഓളം കർഷകരുടെ ഏലം കൃഷി വ്യാപകമായി കാട്ടാന നശിപ്പിച്ചു. കാട്ടാന ശല്യം രൂക്ഷമായ പ്രദേശങ്ങളിൽ ഫെൻസിംഗ് അടക്കമുള്ള പ്രതിരോധ മാർഗങ്ങൾ വേഗത്തിലാക്കുമെന്ന ചിന്നക്കനാൽ ശാന്തൻപാറ പഞ്ചായത്തുകളിലെ കർഷകർക്ക് വകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ നൽകിയ ഉറപ്പും ഇതുവരെ പാലിക്കപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇടിവെട്ടി പെയ്യുന്ന ഈ പെരുമഴക്കാലത്തും രാത്രി ഉറങ്ങാതെ കൃഷിയിടങ്ങൾക്ക് കാവൽ നിൽക്കുകയാണ് ചിന്നക്കനാൽ ശാന്തൻപാറ പഞ്ചായത്തിലെ കർഷകർ. കാട്ടാന ഇറങ്ങിയിട്ടെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ രാത്രിയിൽ ഒരു 7 ആന സംഘമായിട്ട് വന്ന് ഏലങ്ങൾ, 2ാം വർഷ ഏലം, 1ാം വർഷ ഏലം ഇത് മുഴുവൻ എല്ലാം അങ്ങ് നശിപ്പിച്ച് എല്ലാം ചവിട്ടി പറിച്ച് ഇതെല്ലാം നാശമാക്കി. വീടിൻ്റെ പരിസരത്തൊക്കെ വന്ന് വളരെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പം തുടർച്ചയായിട്ട് ഇപ്പോൾ ഒരാഴ്ചയോളമായി ആന ഇങ്ങനെ വ്യാപകമായിട്ട് വന്നുകൊണ്ടിരിക്കുക. റിപ്പോർട്ടർ സന്ദീപ് രാജാക്കാട്, ഇൻ റിപ്പോർട്ടർ, ഇടുക്കി.